ഹൈ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഐസോമെട്രിക് ഓഫ് സ്പിയർ ആണ് നോക്കുന്നത്. അതായത് ഐസോമെട്രിക് ഡ്രോയിങ് ഓഫ് സ്പിയർ. ഇപ്പോൾ സ്പിയറിൻ്റെ ഐസോമെട്രിക് എങ്ങനെ വരയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ ഐസോമെട്രിക് ഡ്രോയിങ് ഓഫ് സ്പിയർ എന്ന് പറയുമ്പോൾ വി ഓൾ നോ അതിലെന്താണ് സ്പിയറിൻ്റെ ഐസോമെട്രിക് വ്യൂ ഉണ്ടാവും, അതുപോലെ ഐസോമെട്രിക് പ്രൊജക്ഷനും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയെന്ന് നോക്കാം. ഇത് നോക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്പിയർ ഇമാജിൻ ചെയ്യണം. സ്പിയർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബോൾ ആയിട്ട് ഇമാജിൻ ചെയ്യുക. ഒരു ബോൾ ഒരു HP പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് വ്യൂസ് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ഓക്കെ, എങ്ങനെയായിരിക്കും ഒരു സ്പിയർ ഒരു HP പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്താ കിട്ടുക, നമുക്കൊരു സർക്കിളാണ് കിട്ടുക അല്ലേ. ഇപ്പോൾ ഒരു ജസ്റ്റ് ഇമാജിൻ ഒരു സ്പിയർ ഉണ്ടെങ്കിൽ നമ്മൾ XY ലൈൻ വരയ്ക്കുന്നു. അതിൻ്റെ ഫ്രണ്ട് വ്യൂ HP റെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂ എങ്ങനെയാണ്, നമുക്കൊരു സർക്കിളാണ് കിട്ടുക. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ടോപ്പ് വ്യൂ എന്ത് തന്നെയായിരിക്കും കിട്ടുക, ടോപ്പ് വ്യൂ നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക, സർക്കിൾ തന്നെയാണ് കിട്ടുക. ഓക്കെ, ഇതിൽ നമുക്ക് സ്പിയറിലാവുമ്പോൾ നമുക്ക് ഏതൊരു വ്യൂ മതി. ഇപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ വെച്ചിട്ട് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, അപ്പോൾ സ്പിയർ അപ്പോൾ ഫ്രണ്ട് വ്യൂ സർക്കിളാണെന്ന് പറഞ്ഞു. അപ്പോൾ സർക്കിളിൽ എന്തുണ്ട്, ഒരു സെൻറ്റർ പോയിൻ്റ് ഉണ്ടാവും, റൈറ്റ്. ആ സെൻറ്റർ പോയിൻറ്റിനെ ഇത് ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ട് തന്നെ സെൻറ്ററിന് C എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു, ഞാൻ C' എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതുകൂടാതെ ഈ സർക്കിള് ഈ HP റെസ്റ്റ് ചെയ്യണ പോയിൻ്റ് ഉണ്ട്. HP റെസ്റ്റ് ചെയ്യണ പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ XY ലൈനിൽ റെസ്റ്റ് ചെയ്യണ പോയിൻ്റ്. ഓക്കെ, ആ റെസ്റ്റിംഗ് പോയിൻറ്റിനെ P' എന്നും റെപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ ഈ P', അതായത് റെസ്റ്റിംഗ് പോയിൻറ്റും ഈ സെൻറ്ററും ഈ ഡിസ്റ്റൻസ് ഉണ്ട്. ഈ ഡിസ്റ്റൻസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും, ജനറലി നമുക്കറിയാം ദാറ്റ് ഈസ് നത്തിങ്, എന്താണ്, ഈ സ്പിയറിൻ്റെ റേഡിയസ് ആയിരിക്കും. അതിനെ ക്യാപിറ്റൽ ലെറ്റർ R കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യണം. ക്ലിയർ? ഇപ്പോൾ നമ്മൾ വരച്ചിട്ടിരിക്കുന്നത് ഈ എന്താണ്, സ്പിയറിൻ്റെ ഓർത്തോഗ്രാഫിക് വ്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു സ്പിയർ വരയ്ക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള എന്താണ്, ഫ്രണ്ട് വ്യൂ ആണ് വേണ്ടത്. ആ ഫ്രണ്ട് വ്യൂ വളരെ കൃത്യമായിട്ട് ക്ലിയറായിട്ട് നമ്മൾ വരച്ചിട്ടിട്ടുണ്ട്. എന്താണ്, സ്പിയർ HP റെസ്റ്റ് ചെയ്യണമെന്നുള്ള കോൺസെപ്റ്റാണ്. അപ്പോൾ നമ്മൾ സ്പിയർ HP റെസ്റ്റ് ചെയ്യുമ്പോൾ XY ലൈനിൽ ടച്ച് ചെയ്തിട്ടാണ് സർക്കിൾ വരയ്ക്കുക. ആ ടച്ച് ചെയ്യണ പോയിൻ്റ്, XY ലൈനിൽ ടച്ച് ചെയ്യണ പോയിൻറ്റിനെയാണ് കോണ്ടാക്ട് പോയിൻ്റ് എന്ന് പറയുക, അല്ലെങ്കിൽ സ്പിയർ റെസ്റ്റിംഗ് പോയിൻ്റ് എന്ന് പറയും. അതിനെ നമ്മളിവിടെ P' റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ സ്പിയറിൻ്റെ സെൻറ്ററിന് C' കൊടുത്തു. ദെൻ ഈ റെസ്റ്റിംഗ് പോയിൻറ്റും C' തമ്മിലുള്ള ഡിസ്റ്റൻസിനെ R എന്ന് കൊടുത്തു. R എന്ന് അങ്ങനെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. റെസ്റ്റിംഗ് പോയിൻറ്റും C' തമ്മിലുള്ള ഡിസ്റ്റൻസിന് R എന്ന് കൊടുത്തു. ഓക്കെ, ഇവിടുത്തെ കേസിൽ ഈ R എന്ന് പറയുമ്പോൾ എന്ത് സ്പിയറിൻ്റെ റേഡിയസ് ആണ്. ഓക്കെ, ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിതിൻ്റെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കാനാണ് പോകണമെന്ന് ഇരിക്കട്ടെ. ഓക്കെ, ഇവിടെ എഴുതിയിടാം, ഐസോമെട്രിക് വ്യൂ ഓഫ് സ്പിയർ ആണ് വരയ്ക്കാൻ പോണതെങ്കിൽ നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യുന്നത് പോലെ ഐസോമെട്രിക് വരയ്ക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഒരു റെഫറൻസ് ലൈൻ വരയ്ക്കും. ഓക്കെ, ഒരു റെഫറൻസ് ലൈൻ വരയ്ക്കണു. ആ റെഫറൻസ് ലൈനിൽ ഒരു പോയിൻ്റ് ഇട്ടു. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. റെഫറൻസ് ലൈൻ വരച്ചു. ആ റെഫറൻസ് ലൈനിൽ എന്ത് ചെയ്തു, നമ്മൾ പോയിൻ്റ് ഇട്ടു. ഓക്കെ, ഇവിടെ ഇനി സ്പിയറിനെ പ്ലോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇവിടെ ഈ പോയിൻ്റ് ഇട്ടവിടെ ഇതിന് മുൻപ് വരച്ചതിൽ നമ്മൾ എന്തായിരുന്നു, ഇപ്പോൾ ഈവൻ ഒരു സർക്കിൾ ഉണ്ടെങ്കിലും സർക്കിളിൻ്റെ ബോക്സിലിടുമായിരുന്നു. ബട്ട് സ്പിയറിൻ്റെ കേസിൽ ബോക്സ് ഒന്നും വേണ്ട, നമ്മൾ ഫ്രണ്ട് വ്യൂ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഞാൻ റെഫറൻസ് ലൈനിൽ ഒരു പോയിൻ്റ് ഇട്ടിട്ടുണ്ട്. ആ പോയിൻ്റ് എന്ത് പ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ സ്പിയർ റെസ്റ്റ് ചെയ്യണ പോയിൻ്റ് ഉണ്ടല്ലോ, സ്പിയർ HP റെസ്റ്റ് ചെയ്യണ പോയിൻ്റ്, അതായത് സ്പിയർ ഇവിടെ XY ലൈനിൽ ടച്ച് ചെയ്യണ പോയിൻ്റ്, അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യണ പോയിൻ്റ്, അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യണ പോയിൻ്റ്, അത് P' കൊടുത്തിട്ടുണ്ട്. ആ P ആണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ P' ആണ്. അപ്പോൾ ഇവിടെ റെസ്റ്റിംഗ് പോയിൻറ്റിൽ ഞാൻ എന്തെന്ന് കൊടുക്കണം, ക്യാപിറ്റൽ ലെറ്റർ P എന്ന് കൊടുക്കണം. ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പ് ഈ P' ടു C' ഉള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അതായത് സ്പിയർ റെസ്റ്റ് ചെയ്യണ പോയിൻ്റ് തൊട്ട് സ്പിയറിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്, P' C' എന്ന് പറയുന്നത്. അപ്പോൾ ഈ P' C' എത്രയാണ് ഡിസ്റ്റൻസ് നോക്കുക, ആ ഡിസ്റ്റൻസ് ഇവിടെ R ആണ്. അപ്പോൾ ആ R ഡിസ്റ്റൻസിൽ നമ്മളൊരു ലൈൻ വരച്ചു. അപ്പോൾ ഇവിടെ നമുക്കൊരു പോയിൻ്റ് കിട്ടി. ഈ പോയിൻ്റ് എന്താണ്, സ്പിയറിൻ്റെ സെൻറ്ററാണ്. അതിനെ എന്തെന്ന് കൊടുക്കുക, ഇവിടെ C' കൊടുത്തിട്ട് ഇവിടെ C എന്ന് കൊടുക്കുന്നു. ഇതിൻ്റെ ഡയമെൻഷൻ കാണിക്കണം. ഈ ഡയമെൻഷൻ എന്തായിരുന്നു, ഈ ഡയമെൻഷനാണ് എന്ത്, R അല്ലേ, R. ഡിസ്റ്റൻസ് ആണ് P' റെസ്റ്റിംഗ് പോയിൻ്റ് തൊട്ട് സ്പിയറിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ്. അങ്ങനെ തന്നെ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യുക, ഇനിയാണെന്ത്, ഐസോമെട്രിക് വ്യൂ ആണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഐസോമെട്രിക് വ്യൂ വരയ്ക്കണമെങ്കിൽ വി നീഡ് ടു ഫൈൻഡ് ഐസോമെട്രിക് റേഡിയസ് ഓഫ് സ്പിയർ. എന്താണ് ഐസോമെട്രിക് വ്യൂവിൻ്റെ കേസിൽ നമുക്ക് ഐസോമെട്രിക് വ്യൂ ഓഫ് സ്പിയർ വരയ്ക്കണമെങ്കിൽ ഐസോമെട്രിക് റേഡിയസ് ഓഫ് സ്പിയർ
കണ്ടുപിടിക്കണം. ഓക്കെ, ഐസോമെട്രിക് റേഡിയസ് ഓഫ് സ്പിയർ. അത് കാണാനായിട്ട് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിൻ്റെ ആക്ച്വൽ റേഡിയസ് ഓഫ് സ്പിയറിന് നമുക്ക് ട്രൂ ലെങ്ത് എന്ന് കൊടുത്തൂടെ? ട്രൂ ലെങ്ത് ഓഫ് സ്പിയർ എന്ന് പറഞ്ഞൂടെ അല്ലേ? അതായത് ആക്ച്വൽ റേഡിയസ് ഓഫ് സ്പിയറിനെ 1.22 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അത് ആക്ച്വൽ റേഡിയസ് ഓഫ് സ്പിയർ എന്ന് പറയുമ്പോൾ നമ്മളിവിടെയുള്ള ഇതാണ് ആക്ച്വൽ റേഡിയസ് ഓഫ് സ്പിയർ. ഓക്കെ, അപ്പോൾ ആ ആക്ച്വൽ റേഡിയസ് ഓഫ് സ്പിയറിന് നമുക്ക് ട്രൂ ലെങ്ത് എന്ന് പറയാം. ട്രൂ ലെങ്ത് എന്ന് പറഞ്ഞാൽ നത്തിങ് ഇവിടെ 6 തന്നെയാണ്. അതിന് എന്ത് ചെയ്യണം? 1.22 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? സ്പിയർ വരയ്ക്കുക. അപ്പോൾ ഇപ്പോൾ സേ ഇവിടെ ഒരു 6 ഡിസ്റ്റൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഈ 6നെ 1.22 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഡിസ്റ്റൻസ് എത്രയാണെന്ന് വെച്ചാൽ ആ ഡിസ്റ്റൻസ് നമ്മൾ കോമ്പസിൽ എടുക്കണം. ദാറ്റ് ഡെഫിനറ്റ്ലി മോർ ദാൻ ഈ റെസ്റ്റിംഗ് പോയിൻ്റ് തൊട്ട് സ്പിയറിൻ്റെ സെൻറ്ററിനെക്കാളും കൂടുതൽ ഡിസ്റ്റൻസിലായിരിക്കും ഉണ്ടാവുക. കാരണം ഇത് 6ആണല്ലോ, ഇതിനെ 1.22 കൊണ്ട് മൾട്ടിപ്ലൈ അതിൽ കൂടുതലായിരിക്കില്ല ഉണ്ടാവുക. ആ മെഷർമെൻറ്റ് എത്രയാണെന്ന് വെച്ചാൽ സ്കെയിലിൽ എടുക്കുക. സ്കെയിലിൽ നിന്ന് ഈ കോമ്പസിലേക്ക് ആ മെഷർമെൻറ്റ് എടുക്കുക. ദെൻ ഈ സ്പിയറിൻ്റെ സെൻറ്റർ പോയിന്റിൽ പ്ലേസ് ചെയ്യണം. പ്ലേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാണ്. ജസ്റ്റ് ഒന്ന് നമ്മൾ റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തു. ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഐസോമെട്രിക് വ്യൂ ഓഫ് സ്പിയർ കിട്ടി. ഓക്കെ, അപ്പോൾ ഇതിന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ട്രൂ ലെങ്ത്തിനെ 1.22 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. ഒരു ബോൾ നമ്മളൊരു ഫ്ലോറിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബോളിൻ്റെ ഈ ഫ്ലോറിൽ കോൺടാക്ട് ചെയ്യണ പോയിൻ്റ് ആ ഫ്ലോറിനകത്ത് ഇങ്ങനെ കുഴിഞ്ഞ് പോയ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഈ 1.22 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ കാരണം. ഇതിപ്പോൾ ഇവിടെ ഈ റെസ്റ്റിംഗ് പോയിൻ്റ് തൊട്ട് സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ 6 എടുത്തിട്ടുണ്ട്. അതേ 6 സ്പിയറിൻ്റെ റേഡിയസിൽ തന്നെ ഇത് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ റെസ്റ്റിംഗ് പോയിൻറ്റിലൂടെ ആയിരിക്കും ഈ സ്പിയർ വന്നിട്ടുണ്ടാവുക. അങ്ങനെ വന്നാൽ അത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഈ റെസ്റ്റിംഗ് പോയിൻറ്റിന് അടിയിലൂടെ ആയിരിക്കും എന്ത് വരിക? ഈ സ്പിയർ വരേണ്ടത്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതാണ് ഐസോമെട്രിക് വ്യൂ ഓഫ് സ്പിയർ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ റേഡിയസ് കാണിക്കാനായിട്ട് നമുക്ക് ലീഡർ ലൈൻ വരയ്ക്കാം. ലീഡർ ലൈൻ നമ്മളിങ്ങനെ വരയ്ക്കണു. ഇവിടെ ആരോ മാർക്ക് ഇടും. ദെൻ ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യണു. എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ ഹൊറിസോണ്ടൽ കാണിക്കണു. ദെൻ ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇത് 6 × 1.22. ഓക്കെ, 6 × 1.22 ആണ് റേഡിയസ്. ഓക്കെ, അത് കാണിക്കുക. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം ഇതാണ്. ഐസോമെട്രിക് വ്യൂ ആണ് വരയ്ക്കേണ്ടത്. സ്പിയറിൻ്റെ ഐസോമെട്രിക് വ്യൂ ആണ്. സ്പിയറിൻ്റെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കണമെങ്കിൽ നമ്മൾ ഐസോമെട്രിക് റേഡിയസ് ഓഫ് സ്പിയറിലാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സ്പിയറിൻ്റെ ഐസോമെട്രിക് റേഡിയസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ എന്താണ്? സ്പിയറിൻ്റെ ആക്ച്വൽ റേഡിയസ് എത്രയാണോ അതിനെ 1.22 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സ്പിയറിൻ്റെ ആക്ച്വൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓർത്തോഗ്രാഫിക്കിൽ വരയ്ക്കുമ്പോൾ ആ സ്പിയറിൻ്റെ റേഡിയസ് ഉണ്ടല്ലോ. ഓക്കെ, അതാണ് ആക്ച്വൽ റേഡിയസ്. ആക്ച്വൽ റേഡിയസ് ഇവിടെ എത്രയാണ്? ഈ റെസ്റ്റിംഗ് പോയിന്റ് ടു സ്പിയറിൻ്റെ സെൻറ്റർ പോയിന്റ് എന്ന് പറയുന്നത് തന്നെയാണ് ആക്ച്വൽ റേഡിയസ്. അതിന് ക്യാപിറ്റൽ R എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ ആറിനെ ആ സ്പിയറിൻ്റെ റേഡിയസ് ആയിട്ടുള്ള ആറിനെ നമുക്ക് ട്രൂ ലെങ്ത് ഓഫ് സ്പിയർ എന്ന് പറയാം. ആ ലെങ്ത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? 1.22 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ വാല്യൂ കൊണ്ടാണ് നമ്മളിവിടെ സ്പിയർ കംപ്ലീറ്റ് ചെയ്യുക. അതിങ്ങനെ ഓർത്ത് വയ്ക്കുക. ഇത് സ്പിയറിൻ്റെ സെൻറ്റർ C ആണ്. ആ സിയിൽ നിന്ന് നമ്മൾ റൊട്ടേറ്റ് ചെയ്യണ്ടല്ലോ, ആ സർക്കിൾ വരയ്ക്കണ്ടല്ലോ. സർക്കിൾ വരയ്ക്കാൻ വേണ്ടി എടുക്കേണ്ട ഡിസ്റ്റൻസ് ആണ് എന്ത്? 6 × 1.22. ഓക്കെ, അതായത് സ്പിയറിൻ്റെ റേഡിയസിനെ 1.22 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ടുള്ള വാല്യൂ. ക്ലിയർ? ഇനി ഇതേപോലെ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഇപ്പോൾ ഐസോമെട്രിക് വ്യൂ ആണ്. ഇതേപോലെ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കണം. ഓക്കെ, ഐസോമെട്രിക് പ്രൊജക്ഷൻ ചെയ്യണം. ഐസോമെട്രിക് പ്രൊജക്ഷന് വേണ്ടിയിട്ട് ഇത് സെയിം പ്രൊസീജിയർ തന്നെയാണ്. നമ്മൾ എന്താണ്? ഒരു റെഫറൻസ് ലൈൻ വരയ്ക്കണം. ആ റെഫറൻസ് ലൈനിൽ നമ്മളൊരു പോയിൻ്റ് ഇടണു. ആ പോയിൻ്റ് എന്താണ്? സ്പിയറിൻ്റെ റെസ്റ്റിംഗ് പോയിൻ്റ് ആയിരിക്കും. അതായത് ഈ P' എന്നുള്ളതായിരിക്കും. ഇവിടെ നമ്മൾ P എന്ന് കൊടുക്കുന്നു. ദെൻ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടുത്തെ കേസിൽ ഐസോമെട്രിക് വ്യൂ ആയിരുന്നു. ശരിയല്ല, ഐസോമെട്രിക് വ്യൂ ആണ്. അപ്പോൾ ഇവിടെ P to C നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടുത്തെ ഈ റെസ്റ്റിംഗ് പോയിൻറ്റും ഈ സ്പിയറിൻ്റെ സെൻറ്ററും. അപ്പോൾ P', C' ആണ് റെസ്റ്റിംഗ് പോയിൻ്റ് തൊട്ട് സ്പിയറിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ്. ഇപ്പോൾ ഈ P', C' എന്ന് പറഞ്ഞ ലൈൻ ആണല്ലോ. ഓക്കെ, നന്നായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് ഓർത്ത് വെക്കണം. P', C' എന്ന് പറഞ്ഞൊരു ലൈനാണ്. അപ്പോൾ ഇവിടെ ഒരു ലൈൻ വരയ്ക്കുമ്പോൾ ഐസോമെട്രിക് വ്യൂ ഐസോമെട്രിക് വ്യൂ ഓഫ് എ ലൈൻ എന്ത് തന്നെയാണ്? നമ്മൾ ആ ട്രൂ ലെങ്ത്തിൽ തന്നെയാണ് വരയ്ക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഡിസ്റ്റൻസ് R എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിൽ എന്താണ്? ആ ട്രൂ ലെങ്ത്തിൽ തന്നെ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, നേരെ മറിച്ച് ഇവിടെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആയതുകൊണ്ട്
പി ഡാഷ് സി ഡാഷ് എന്ന് പറഞ്ഞ ലൈനാണ്. അപ്പോൾ ഈ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് ലൈൻ എന്താണ്, നമുക്കെന്താ ഐസോമെട്രിക് സ്കെയിൽ വെച്ച് കണ്ടുപിടിക്കണം. ഐസോമെട്രിക് ലെങ്ത് ആണ് വേണ്ടത്. ഓക്കെ, ഐസോമെട്രിക് ലെങ്ത് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ പി ഡാഷ് സി ഡാഷ് എന്ന് പറയുന്നത് R ആണെങ്കിൽ നമ്മൾ R ഡിസ്റ്റൻസിലല്ല ഇവിടെ ലൈൻ വരയ്ക്കുക, അതിൻ്റെ ഐസോമെട്രിക് ലെങ്ത് കണ്ടുപിടിക്കണം. അതിന് എന്ത് ചെയ്യണം, ഇപ്പോൾ ഇവിടെ ഐസോമെട്രിക് ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് R ഉണ്ടെങ്കിൽ R × 0.82 ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഐസോ ലെങ്ത് കിട്ടും. ആ ഐസോ ലെങ്ത്തിലാണ് വരയ്ക്കേണ്ടത്. ഇതിൻ്റെ റീസൺ എന്താണ്, ഐസോമെട്രിക് പ്രൊജക്ഷനാണ് വരയ്ക്കേണ്ടത്. വരയ്ക്കാനായിട്ട് നമ്മൾ സ്പിയർ റെസ്റ്റിംഗ് പോയിന്റ് ലൊക്കേറ്റ് ചെയ്തു. ദെൻ ആ സ്പിയറിൻ്റെ സെൻറ്ററിലേക്ക്, റെസ്റ്റിംഗ് പോയിന്റിൽ നിന്ന് സെൻറ്ററിലേക്ക് ഡിസ്റ്റൻസ് ലൊക്കേറ്റ് ചെയ്യണം. അതൊരു ലൈനാണ്. അപ്പോൾ പ്രൊജക്ഷൻ ആയതുകൊണ്ട് തന്നെ ആ ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രൂ ലെങ്ത് ആയിട്ടുള്ള റേഡിയസിൽ വരയ്ക്കാൻ പറ്റില്ല. റീസൺ ഐസോമെട്രിക് പ്രൊജക്ഷനാണ് വരയ്ക്കുന്നത്. അതുകൊണ്ട് ആ ട്രൂ ലെങ്ത് ആയിട്ടുള്ള റേഡിയസിൻ്റെ എന്താണ്, ഐസോമെട്രിക് ലെങ്ത് കാണണം. അപ്പോൾ R എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്, റെസ്റ്റിംഗ് പോയിന്റ് തൊട്ട് സെൻറ്റർ വരെയുള്ള R എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിനെ 0.82 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് നമ്മൾ ഈ ഡിസ്റ്റൻസ് എടുത്തത്. ദെൻ നമ്മളിവിടെ ഡയമെൻഷൻ കാണിക്കുമ്പോൾ കൃത്യമായിട്ട് കാണിക്കണം, ഇതെന്താണ് R × 0.82 ആണ്. ഓക്കെ, ഇനിയാണ് സ്പിയർ വരയ്ക്കാൻ പോണത് അല്ലേ. അപ്പോൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണല്ലോ. ഐസോമെട്രിക് പ്രൊജക്ഷൻ ആയതുകൊണ്ട് തന്നെ ഐസോമെട്രിക് റേഡിയസ് എന്ന് പറയുന്നത്, ഐസോമെട്രിക് റേഡിയസ് ഓഫ് സ്പിയർ ഇൻ കേസ് ഓഫ് ഐസോമെട്രിക് പ്രൊജക്ഷനിൽ എന്ന് പറയുന്നത് R തന്നെയാണ്. അതായത് ട്രൂ ലെങ്ത് തന്നെയാണ്. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ നമ്മൾ സെൻറ്ററിൽ വെച്ചിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്പിയർ വരയ്ക്കുമ്പോൾ ഈ റെസ്റ്റിംഗ് പോയിൻ്റ് ആയിട്ടുള്ള ഈ P എന്ന് പറയുന്ന റെസ്റ്റിംഗ് പോയിൻറ്റിൻ്റെ താഴെ കൂടെ വേണം ഈ സർക്കിൾ വരണം എന്ന് പറഞ്ഞു അല്ലേ. അതുകൊണ്ടാണ് ഇവിടെ R × 1.22 ചെയ്തത്. ഇപ്പോൾ R തന്നെ ഡിസ്റ്റൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ സെൻറ്റർ എന്ന് വരയ്ക്കുമ്പോൾ Pയിൽ ടച്ച് ചെയ്തിട്ട് വരും. അങ്ങനെ വരച്ചാൽ തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് 0.82 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് റെസ്റ്റിംഗ് പോയിന്റിൽ നിന്ന് C വരെയുള്ളത്. അപ്പോൾ ഈ സിയിൽ നിന്ന് ഒരു സ്പിയർ വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, എത്രയാണോ സ്പിയറിൻ്റെ ആക്ച്വൽ റേഡിയസ്, അതായത് ട്രൂ ലെങ്ത്, ആ ട്രൂ ലെങ്ത് തന്നെ എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, ഇവിടെ നിന്ന് നമുക്ക് സ്പിയർ വരച്ചാൽ മതി. അപ്പോൾ നമ്മൾ കോമ്പസ് എടുക്കണം. കോമ്പസിൽ എന്ത് ചെയ്യണം, ആ ഡിസ്റ്റൻസ് എടുക്കും. ഡിസ്റ്റൻസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്പിയർ ആ ട്രൂ ലെങ്ത്തിലുള്ള റേഡിയസ് എടുത്തു. ഓക്കെ, R എടുത്തു. R ഡിസ്റ്റൻസ് നമ്മൾ കോമ്പസിൽ മെഷർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സ്പിയർ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ Pയുടെ അടിയിലൂടെ തന്നെ ഈ സർക്കിൾ വന്നു. അപ്പോൾ ഇതിൻ്റെ റേഡിയസിനെ നമുക്ക് കാണിക്കണം. അതിനെന്ത് ചെയ്തു, ഈ സെൻറ്റർ പോയിന്റിൽ നിന്ന് ഈ സർക്കിളിൻ്റെ അകത്തോട്ടേക്ക് ഒരു ലൈൻ വരച്ചു. ദാറ്റ് ഈസ് നത്തിങ്, ലീഡർ ലൈൻ വരച്ചു. ഇവിടെ ആരോ മാർക്ക് ഇട്ടു. ദെൻ ഈ ലൈനിനെ എന്ത് ചെയ്തു, കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തു. ദെൻ ഇവിടെ ഹൊറിസോണ്ടലാക്കി. ഇവിടെ എന്താണ്, സ്പിയറിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്, R ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ട്രൂ ലെങ്ത് എന്ന് പറഞ്ഞാൽ സ്പിയറിൻ്റെ ആക്ച്വൽ റേഡിയസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ R എടുക്കാൻ കാരണം ഇവിടെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആയതുകൊണ്ട് ഈ റെസ്റ്റിംഗ് പോയിന്റ് തൊട്ടിട്ട് ഈ സ്പിയറിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസിനെ ഐസോമെട്രിക് ലെങ്ത് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ R എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിൻ്റെ റിഡ്യൂസ് ലെങ്ത് ആണ് കിട്ടിയത് അല്ലേ. 0.82 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയിട്ടുള്ള വാല്യൂ ആണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ സെൻറ്ററിൽ നിന്ന് നമ്മൾ ട്രൂ റേഡിയസ് എടുക്കുമ്പോൾ തന്നെ ഈ റെസ്റ്റിംഗ് പോയിൻറ്റിൻ്റെ താഴെ കൂടിയാണ് സ്പിയർ വരിക. ക്ലിയർ? ഓക്കെ, ഇതാണ് ഈ സ്പിയറിൻ്റെ കോൺസെപ്റ്റ്. ഓക്കെ, താങ്ക് യു.